ഇത് 7B. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂം, എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജോൺ, ബിജു, പിന്നെ സുമേഷ്, പിന്നെ ആരാ, പോള്, ബിജു പോള്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ക്ലാസ് റൂം. എല്ലാ ബെഞ്ചിലും ഞാനിരുന്നുണ്ട്. കാരണം സ്കൂൾ ലീഡറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു. അതിൻ്റെ പേരിൽ ആ ഒരു ഫ്രീഡം ഒരുപാട് എൻജോയ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഇതാ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തി പാടും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതെൻ്റെ സ്ഥാനമായിരുന്നു. ഇവിടെ നിന്നിട്ട് നാദർഷയുടെ പാട്ടില്ലാത്ത വെള്ളിയാഴ്ചകളിലുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട പാട്ട് സാറ് KPN പിള്ള സാറ്, മാലതി ടീച്ചർ, ശാന്ത ടീച്ചർ, ഇവരൊക്കെ ഇവിടെ ഇരുത്തി എന്നെക്കൊണ്ട് അറിയാവുന്ന പാട്ടുകളൊക്കെ പാടിച്ച് എനിക്കൊരു ചങ്കൂറ്റുണ്ടാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും. ഞാനിപ്പോഴും എല്ലാ വേദികളിലും പാടുന്നു. ശങ്കര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടിയേ തുടങ്ങാറുള്ളൂ. ഈ ശങ്കരാഭരണം എല്ലാ വേദികളിലും ഞാൻ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം ഞാൻ പാടി തുടങ്ങിയ പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വേദിയിലും. അത് ആദ്യമായിട്ട് ഇന്ന് പാടിയ വേദി അത് ശങ്കര. അന്ന് 7ാം ക്ലാസ്സിലാണ് ഞാൻ ശങ്കരാഭരണം ഇറങ്ങുമ്പോൾ. ഈ ശങ്കര പാടിയിട്ട് അന്ന് എനിക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി മലയാള സിനിമയിലുണ്ട്, ശ്രീ പട്ടണം റഷീദ്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പട്ടണം ഷാ, അവരെല്ലാം ഈ സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്, ഫാക്ട് ഈസ്റ്റേൺ UP സ്കൂൾ. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ സ്കൂളിൽ അന്ന് ഞാൻ ഈ ഡാൻസ് അത്യാവശ്യം കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ മാലതി ടീച്ചറും ചാന്ത ടീച്ചറെ കൂടി എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമായിരുന്നു. കാളിദേവി ഓ അങ്ങനെയൊക്കെ സ്റ്റെപ്പ്. അത് പക്ഷേ ഒരു പ്രാവശ്യം സ്റ്റേജിൽ വെച്ചിട്ട് കാളിദേവിയൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഭയങ്കര കൂവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റെപ്പിനൊരിക്കലും അന്ന് കിട്ടൂലായിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷേ ആൾക്കാർ കൂവണെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഈ പെൺവേഷം എടുത്തത്. പട്ടൺ റഷീദാണ് അന്ന് എന്നെ മേക്കപ്പ് ചെയ്ത് പെണ്ണാക്കി മാറ്റിയതും. ഈ ആൾക്കാർ കൂവണെന്താണെന്ന് നോക്കിയപ്പോൾ പാവാട ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അന്ന് നിക്കർ അടിയിലുണ്ടായിരുന്നു. എൻ്റെ പേരിൽ കൂടുതൽ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ല, പിന്നെ ഏതൊരു സ്റ്റേജിൽ ഞങ്ങൾ ഈ പെൺവേഷം കെട്ടിയിട്ട് പോയിട്ട് വേറെ ടീച്ചേഴ്സ് ഒറിജിനൽ പെമ്പിള്ളേരെ വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് വന്ന് പരാതി പറഞ്ഞതും എൻ്റെ കൂടെ മാലതി ടീച്ചറും ശാന്ത ടീച്ചറൊക്കെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചു വലിച്ചപ്പോൾ ഞാൻ കിടന്ന് കരഞ്ഞത് ഒക്കെ സ്കൂളിലാണ്.